എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു ബീഫ് കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ ബീഫ് ഉലർത്തി ചെയ്തു. ഇത് നല്ല കൊഴുത്ത ചാറോടുകൂടി ബീഫ് കറി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്നിവിടെ 1 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കിയെല്ലാം ക്ലിയർ ചെയ്ത് കുക്കറിനകത്താക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 2 വിസിൽ വന്നു. അപ്പോൾ നമുക്ക് പ്രഷർ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഒരു പകുതി വെന്തിട്ടുണ്ട് ബീഫ്. നമുക്ക് ഇതിനകത്തേക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇതാ ബീഫിനകത്തെ വെള്ളമാണ്. ആ വെള്ളം തന്നെ ഉപയോഗിച്ചാണ് ബാക്കിയും കൂടെ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഉള്ളിയും തക്കാളി ഇട്ട് കൊടുത്ത് എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 3-4 വിസിലിൽ ബീഫ് റെഡിയായി വരും. ആ സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ തയ്യാറാക്കാം. നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു, സ്റ്റൗ കത്തിച്ചു. അത് എണ്ണ 2 സ്പൂണ് എണ്ണ ഒഴിച്ചു. ടേബിൾ സ്പൂൺ എണ്ണയാണ്. അതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില, ഒരു 1/4 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു 10 കൊച്ചുള്ളി, മുഴുത്ത കൊച്ചുള്ളിയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞതൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ അങ്ങനെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1-2 ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിയെ, 2 ടേബിൾ സ്പൂൺ ബീഫ് മസാല, ഒരു 1/4 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി. ഇത്രയും സാധനം പച്ചമണം മാറുന്നത് വരെ ഈ ഉള്ളിയുടെ കൂടെ ഇട്ട് നമുക്ക് മൂപ്പിക്കാം. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളിയുടെ എല്ലാ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് മൂത്ത് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ബീഫും വെന്തിരിക്കുകയാണ്. അത് നമുക്കപ്പം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ബീഫ് നമ്മൾ ആ കുക്കർ കഴുകി ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളമേ. നമ്മൾ ചാറോടുകൂടിയാണല്ലോ ഇത് ഉദ്ദേശിക്കുന്നത്. ഇതാ നമ്മുടെ ബീഫ് കറി ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന പരുവത്തിന് നമുക്ക് വാങ്ങി വെക്കാം. അങ്ങനെ കൂട്ടുകാരെ, ഇതാ നല്ല കൊഴുത്ത ചാറോട് കൂടിയ ബീഫ് കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് 1-2 ഐറ്റം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതായത് നല്ല ഒരു തണ്ട് കറിവേപ്പിലയാണ്. അത് കറിവേപ്പില മണം ഇങ്ങനെ നമുക്ക് മൂക്കിലടിക്കുന്ന രീതിയിൽ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു രുചിയെ. അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ ടീസ്പൂണ് കായപ്പൊടി കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി ബീഫ് കറിയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.